ഹായ്, ഇന്നത്തെ പരിപാടി എന്നല്ലേ ഈസ്റ്റേണിൻ്റെ റോസ്റ്റഡ് സേമിയാണേ. നമുക്കിത് ഇത്തിരി സേമിയ പായസം ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ജനിച്ചോത്സവമായിരുന്നു. അന്നേരം എനിക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ പറ്റിയില്ലേ. അപ്പം ഞാൻ ഇന്ന് സേമിയ ഉണ്ടാക്കാൻ പോണേ. അപ്പം നമ്മുടെ അൽമറയുടെ പാലെടുക്കും. നമ്മുടെ സേമിയ ആദ്യം കുറച്ച് വെള്ളത്തിൽ വേവിച്ചു. പകുതി വേവായതിന് ശേഷമാണ് പാലൊഴിച്ചത്. ഓക്കെ, ഇത് നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് രുചി വരാനായിട്ട് നമ്മൾ കുറച്ച് ജീരകം, കുറച്ച് ഏലക്കയൊക്കെ അങ്ങ് പൊടിച്ച് അങ്ങ് ഇടുക. എന്നിട്ട് ചുമ്മാ നിൽക്കാതെ അങ്ങ് ഇളക്കിക്കൊള്ളുക. ഇതങ്ങ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് മുന്തിരിങ്ങയും നമ്മുടെ കുറച്ച് കാശുകൊണ്ടിയൊക്കെ അങ്ങോട്ട് വാർത്തങ്ങിടുക. ഇനി ഇവരെല്ലാവരും കൂടെ കൂട്ടി അങ്ങ് ഇളക്കുക. അപ്പത്തേക്ക് നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടിരിക്കുന്നു. തേങ്ങാക്കൊത്തും ചവരയും കൂടെ ഇട്ട പൊളിയായിരുന്നു. അതില്ലാത്തോണ്ടിട്ടില്ല. നമ്മുടെ ജന്മദിനത്തിൽ പായസം വെക്കുന്നത് നമ്മൾ പണ്ടേ ഉള്ള ഒരു രീതിയാണല്ലോ അല്ലേ. അപ്പൊ പിന്നെ ഒന്നിന്റെ ഒരു കുറവ് വേണ്ട, തുടങ്ങിയേക്കാം. ഞാൻ കുടിച്ചിട്ട് ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവുമല്ലോ. നമുക്കിത് കൊടുത്തിട്ട് അഭിപ്രായം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് എവിടെ നിന്നാണ് ഒരു സൗണ്ട്? യെസ്, ഇത് നമ്മൾ പൊറോട്ട അടിക്കാരിയാണ്. പൊറോട്ട അടിക്കണം ഗൈസ്. സൈഡായിട്ട് പൊറോട്ട ഉണ്ട് കേട്ടോ. ചൂടോടെ തിന്നുമ്പോൾ ഈ രുചി ഉണ്ടല്ലോ, ഇത് വേറെ ലെവലാട്ടോ. അപ്പൊ അങ്ങനെ പൊളി, ഒന്നും പറയാനില്ല. അപ്പം ചെസ് നമ്പർ 1 ഓൺ ദ സ്റ്റേജ്. നമുക്ക് ചോദിക്കാം. കഴിക്കട്ടെ. നല്ലതാ മാമി. ചെസ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. കൊള്ളാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.